ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ കൊരിന്ത്യ ലേഖനം എന്ന വിഷയത്തിൻ്റെ 6ാമത്തെ സെക്ഷൻ പ്രവേശിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിച്ച ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളുടെ സഹകരണത്തിന്, പ്രോത്സാഹനത്തിന്, സഹകരണം നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ 3-ാം അധ്യായത്തിൻ്റെ 9 വരെയുള്ള വചനങ്ങളെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാം ഇന്ന് 10ാമത്തെ വചനം മുതൽ നമ്മളെ ചിന്ത ആരംഭിക്കുകയാണ്. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താനെങ്ങനെ പണിയുന്നെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. ഇവിടെ പൗലോസ് തന്റെ ശുശ്രൂഷയെക്കുറിച്ച് ഒരു കാര്യം എങ്ങനെയാണ്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം. അപ്പോൾ ഓരോരുത്തർക്കും ലഭിച്ച കൃപയുണ്ട്, വ്യത്യസ്തങ്ങളായിരിക്കാം, അത് വ്യത്യസ്ത അളവുകളിലായിരിക്കാം. അത് ഓരോരുത്തരുടെ പ്രാപ്തിക്ക് അനുസരിച്ചോ ദൈവത്തിൻ്റെ പ്രസാദപ്രകാരമൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതെന്തായാലും ആ ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. തൻ്റെ പക്കൽ പരിമേൽപ്പിക്കപ്പെട്ട ശുശ്രൂഷയുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട്, ഉത്തരവാദിത്വം മനസ്സിലാക്കി താനത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പക്കൽ ഏൽപ്പിക്കപ്പെടുന്നതായ ശുശ്രൂഷയിൽ നമുക്കും ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. നമ്മളെല്ലാവരും സുവിശേഷകന്മാരാണ്, മിനിമം കുറഞ്ഞ പക്ഷം. കാരണം എന്താണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. അപ്പോൾ കുറഞ്ഞ പക്ഷം യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നതിന് ഉത്സാഹികളായിരിക്കണം. പിന്നെ ഞാൻ അപ്രതീക ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം. അടുത്തത്, ഒരുത്തിന് അടിസ്ഥാനമിട്ടു, മറ്റൊരുത്തൻ പണിയുന്നു. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കുഴപ്പം, നമ്മുടെ ചിലർക്കുള്ളൊരു നിർബന്ധ ബുദ്ധി. അദ്ദേഹം പ്രാർത്ഥിച്ച് തുടങ്ങിയാൽ അദ്ദേഹം പ്രാർത്ഥിച്ച് തുടങ്ങും, അദ്ദേഹം പാട്ട് പാടും, അദ്ദേഹം സങ്കീർത്തനം വായിക്കും, അദ്ദേഹം പ്രബോധിപ്പിക്കും, അദ്ദേഹം സ്വതന്ത്രം എടുക്കും, അദ്ദേഹം തന്നെ വീണ്ടും പ്രസംഗിക്കും, അത് തന്നെ പ്രാർത്ഥിക്കും, അത് തന്നെ ആശീർവാദം പറയും, അല്ലേ? അങ്ങനെ നിർബന്ധമുള്ള ചില ചായമാരോ ആളുകളും ഉണ്ട്, ചില പ്രതിവാസന്മാരും ഉണ്ട്. അങ്ങനെ ഒരാളെ ഒരു കാര്യത്തിന് അടുപ്പിക്കില്ല. എന്നാൽ ചിലരങ്ങനെയല്ല, മറ്റുള്ളവരെയും കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് കാര്യം നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ സഹകരിപ്പിക്കാത്തതിന് ഒരു കാരണം ഞാൻ പറയാം. ചിലതിനൊക്കെ എവിടെയെങ്കിലും പൊക്കിക്കൊണ്ടുവന്ന് വളർത്തി ഒന്ന് പതുക്കെ വെള്ളം തോർന്നു കഴിഞ്ഞാൽ, ചിലതൊക്കെ മുളച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വളർത്തിക്കൊണ്ടുവന്നിട്ട് ആദ്യം തൊഴിച്ചിട്ടായിരിക്കും പിന്നെ തോട്ടം മുഴുവനും. അതുകൊണ്ടാണ് പലരും വളർത്താൻ മടിക്കാത്തത്. പക്ഷെ ഞാൻ പറഞ്ഞത്, നമ്മൾ വളർത്തിവിടെ, അവരെന്തെങ്കിലും പോട്ടെ, അവരെന്തെങ്കിലും ചെയ്യട്ടെ, നമ്മൾ അവർക്ക് വളരുവാനൊരു അവസരം കൊടുക്കുക. ചിലപ്പോൾ വളർന്നു പോയവരൊക്കെ അപ്പുറം മാറിയെന്ന് നമുക്കെതിരെ ഭാരം വയ്ക്കുന്നവർക്ക് ഉണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ ഒരുപാട് ഞാനും അനുഭവിച്ചിട്ടുണ്ട്. കൃപയാൽ ഇന്ന് വരെ എൻ്റെ സഭയിൽ ഉണ്ടായിരുന്ന സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയൊക്കെ ആത്മീയത വളർത്തുവാനായിട്ട്, ശുശ്രൂഷ സമൂഹത്തെ കൊണ്ടുവരാനായിട്ട് അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി അവരെ അപ്രകാരം കൊണ്ടുവരാൻ ഞാൻ ഉത്സാഹിച്ചിട്ടുണ്ട്. അതിന് മുഖാന്തരമുള്ള വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എങ്കിലും എനിക്ക് സന്തോഷമുണ്ട്. ചിലരൊക്കെ പല ഭാഗങ്ങൾ കൃത്യമായിട്ട് വില ചെയ്യുന്നവരുണ്ട്, ചിലർ പല നിലകളിൽ കൃത്യമായിട്ട് പ്രയോജനപ്പെടുന്നവരുണ്ട്. അവരെല്ലാം ഓർത്ത് നീതി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എല്ലാത്തിനും പിടിവാശി പിടിക്കാതെ നമ്മൾ അടിസ്ഥാനം വിളിച്ചെങ്കിൽ അടിസ്ഥാനം ഇട്ടിട്ട് പോയേക്ക്, മറ്റൊരു മുകളിൽ പണിതോട്ടെ, അല്ലേ? ഇനി ഒരു സഭയിൽ നിന്ന് മാറിപ്പോയ മറ്റൊരു പാസ്റ്റർ, ഈ പുതിയ വന്ന പാസ്റ്റർക്ക് തൊന്തരവാകുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലേ? ആ പുള്ളി അവിടെ ഇരുന്നു 5 കൊല്ലോ 10 കൊല്ലമൊക്കെ ഇരുന്ന് അദ്ദേഹം പോയി. ഇനി വേറൊരു പാവപ്പെട്ടവൻ വന്നു. ആ പാവപ്പെട്ടവനെ അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരമായിട്ട് അവൻ പ്രാർത്ഥിച്ചതിന് ശേഷം ആമയും പറയുമ്പോൾ ആമയും നീട്ടി പറഞ്ഞു, ആമയും കുറച്ചാ പറഞ്ഞത്, അല്ലേ? വലിയ പറയുമ്പോഴേ 3 കൊല്ലം നീട്ടി പറഞ്ഞോ. ഇങ്ങനെയൊക്കെ ചോദിച്ച് ചുമ്മാ ആ മനുഷ്യനെ തലയ്ക്ക് പിപ്പിരി കാട്ടുന്ന കുറേ ആൾക്കാരുണ്ട്. അദ്ദേഹം പണിയട്ടെ. നീ അടിസ്ഥാനം വിട്ട് നീ അവിടെ പോയില്ലേ, നീ പോയപ്പോൾ പോയി, നീ നിന്റെ അടുത്ത പണി നോക്കുക. എവിടെയെങ്കിലും പോയിട്ട് അവിടെ പണിയുന്നവൻ അതിന് മുകളിൽ പണിയട്ടെ.
നമ്മൾ എന്തിനാ വെറുതെ നമ്മളെ കൊണ്ടോട്ട് പറ്റും? നമ്മുടെ നാട്ടിൽ പറഞ്ഞു പറഞ്ഞില്ല, പട്ടി പുല്ല് തിന്നുകയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല. ഇവരൊരു കാര്യം നേരെ ചെയ്യത്തില്ല, എന്നാൽ ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയില്ല. അപ്പോൾ നാം പറഞ്ഞത് ഓരോരുത്തരും ലഭിച്ച കൃപയ്ക്കനുസരിച്ച് അവരവർക്ക് ലഭിച്ച ശുശ്രൂഷ ചെയ്യുക. അതിൻ്റെ മുകളിൽ മറ്റൊരാൾ തുടങ്ങി വെച്ചതിന് മുകളിൽ വേറെ ആൾ വന്ന് ചെയ്യുമ്പോഴും ഒന്ന് ചെയ്യട്ടെ. ഇവിടെ വായിച്ചത് ഓരോരുത്തൻ താൻ എങ്ങനെ പണിയെന്ന് നോക്കണം. നമ്മുടെ കുഴപ്പം എന്താ അറിയാമോ? മറ്റവൻ എങ്ങനെ പണിയെന്ന് നമ്മൾ നോക്കും, പക്ഷെ നമ്മൾ എങ്ങനെ പണി നമ്മൾ നോക്കാറില്ല. മറ്റുള്ളവരെ നോക്കാനല്ല കർത്താവ് ഏൽപ്പിച്ചത്, നമ്മളെ നോക്കാൻ ഏൽപ്പിച്ചത്. ഞാൻ എങ്ങനെയായിരിക്കുന്നു, ഞാൻ എങ്ങനെ ശുശ്രൂഷിക്കുന്നു, ഞാൻ എങ്ങനെ പാടുന്നു, ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഞാൻ എങ്ങനെ വചനം ധ്യാനിക്കുന്നു, ഇതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. ഞാൻ എങ്ങനെ ജീവിക്കുന്നു അത് ചിന്തിക്കേണ്ടത്. ഞാൻ എങ്ങനെ എന്നെ ആക്കിച്ച സ്ഥാനത്ത്, എനിക്ക് ലഭിച്ച പദവിയിൽ, എനിക്ക് ലഭിച്ച സ്ഥാനങ്ങളിൽ, ലഭിച്ച കൃപയ്ക്കനുസരിച്ച് എന്നെ അത് നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ എന്നെ തന്നെയാണ് പരിശോധിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കാൻ പോവുകയാണ്. ഓരോരുത്തൻ താൻ എങ്ങനെ പണി നിന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളണം. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അടിസ്ഥാനത്തിലാണോ ഇത് പണിത് പൊക്കി പോകണമെന്നുള്ളതാണ്. അടിസ്ഥാനം ഏതാ? യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം, ദൈവം എന്ന അടിസ്ഥാനം. അല്ലെ, ആ അടിസ്ഥാനത്തിൽ വേണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അടിസ്ഥാനം ഒരു സ്ഥലത്തും, തറ ഒരു സ്ഥലത്തും, ചുമര് വേറെ സ്ഥലത്തും ആരും കെട്ടി നിൽക്കുമോ? നിൽക്കത്തില്ല, അല്ലേ? ആ ഫൗണ്ടേഷൻ അതിന് മുകളിൽ തറ പണിത് വന്നെങ്കിലേ ഇച്ചിരി കൊടുത്തുള്ളൂ. ആ തറ ശരിക്കും പണിതിട്ട് അതിന് മുകളിൽ ശരിക്കും ചുമര് വന്നെങ്കിലേ ശരിയാവത്തുള്ളൂ. അല്ലാണ്ട് ഒരു പറമ്പിൽ ഫൗണ്ടേഷനും മറ്റേ പറമ്പിൽ തറയിൽ നിന്നാൽ പരിപാടി നടക്കുമോ? നടക്കത്തില്ല. ഭിത്തി വേറെ പറമ്പിൽ നടക്കുമോ? ഇല്ല. അപ്പോൾ അടിസ്ഥാനം, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ നിന്ന് മാറിപ്പോകാതെ ദൈവിക പ്രമാണത്തിനും ദൈവവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പണിയുവാനായിട്ട് നമുക്ക് ശ്രമിക്കണം. നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിന്നും വ്യതിചലിച്ചു പോകരുത്, ക്രിസ്തു കാണിച്ച മാതൃകയിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്. ഇവിടെ അടുത്തത്, യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. നമ്മൾ എന്താ ചെയ്തതിനുള്ളതിൻ്റെ കൂലി ഒരു ദിവസം നമുക്ക് കിട്ടും. നമ്മുടെ പ്രവൃത്തികളെ നോക്കുന്ന യജമാനൻ നമുക്കുണ്ട്. നമ്മുടെ പ്രവൃത്തിക്ക് അനുസൃതമായിട്ട് പ്രതിഫലം തരുന്ന ഒരു യജമാനൻ നമുക്കുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം നമ്മെ തന്നെ പരിശോധിക്കുവാനും കുറവുകളെ മനസ്സിലാക്കാൻ ഉത്സാഹമുള്ളവരായിരിക്കണം. മാത്രമല്ല, കർത്താവ് നമ്മെ പരിശോധിക്കുമ്പോൾ നമ്മൾ ചെയ്ത മുഴുവൻ കത്തിപ്പോകുന്ന പരിപാടികൾ പുല്ലും വൈക്കൊള്ളുന്ന ആയിത്തീരുന്നവർ, അല്ലേ? ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇനിവിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ചെയ്തതിൻ്റെ ഒരു പരിശോധനയൊക്കെ ഉണ്ടാകും. ആ പരിശോധന സമയത്ത് നമ്മൾ എന്താണ് ചെയ്തത് അതിനനുസൃതമായിട്ടുള്ള ഒരു പ്രതിഫലമുണ്ട്. അത് നിലനിൽക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഏൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുക. മറ്റു പലരും ചെയ്ത് നിങ്ങൾ ചാടി ചെയ്യാൻ പോകരുത്. മറ്റു പലരും ചെയ്തപോലെ ചെയ്യാനും പോകരുത്. കർത്താവ് നിന്നെ നീയായിട്ട് വിളിച്ച് വേർതിരിച്ചത്, കർത്താവ് നിന്റെ മക്കളെ ശുശ്രൂഷ നീയായിട്ട് തന്നത് ശുശ്രൂഷ ചെയ്യാം, നിന്റെ മക്കളെ ശുശ്രൂഷ ചെയ്യാം. അത് അപ്പുറമുള്ളവൻ എന്ത് ചെയ്യുന്നു ഇപ്പുറമുള്ളവൻ എന്ത് ചെയ്യുന്നു നോക്കേണ്ട ആവശ്യമില്ല. നിനക്ക് കിട്ടിയ കൃപയ്ക്ക്, നിനക്ക് കിട്ടിയ ദർശനപ്രകാരം നീ അത് നിറപടിയായി നിവർത്തിക്കുക എന്നുള്ളതാണ്. അടുത്തത്, ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടുന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ശാന്തമായി ചിന്തിക്കേണ്ടത്, ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ശുശ്രൂഷയിലൂടെ, ഈ സുവിശേഷീകരണത്തിലൂടെ, സാക്ഷ്യം വഹിക്കുന്നതിലൂടെ എനിക്ക് എന്ത് പ്രതിഫലമാണ് കിട്ടുക? ഞാൻ അത് ആർക്ക് വേണ്ടി ചെയ്യുന്നത്? ആരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാ? നേതാക്കന്മാർക്ക് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഉള്ള പ്രവർത്തനമൊന്നും ആയിത്തീരരുത്, അല്ലേ? മിക്ക പ്രസ്ഥാനങ്ങളിലും ഇപ്പോൾ ലീഡേഴ്സ് റിപ്പോർട്ട് വയ്ക്കും.
അപ്പോൾ റിപ്പോർട്ട് ചോദിക്കുമ്പോൾ റിപ്പോർട്ടിൽ ഒന്നുമില്ലാതെ ഇരുന്നാലും മോശം എന്നിട്ട് എന്തെങ്കിലും എഴുതി കൊടുക്കും. അങ്ങനെ എഴുതി കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. നേതാവിന് ഒരു പക്ഷേ നിന്റെ റിപ്പോർട്ട് കൊണ്ട് സന്തോഷമായി തോന്നുന്നു, പക്ഷേ അതിൻ്റെ മുകളിൽ കർത്താവുന്ന യജമാനനുണ്ട്. അവനത് കാണുന്നു, കേൾക്കുന്നു, മനസ്സിലാക്കണം. അതുകൊണ്ട് അവൻ്റെ ഹിതപ്രകാരമുള്ള കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഇതെല്ലാം ശോധന ചെയ്യുമ്പോൾ തീരുടെ കത്തി പോകുന്ന നിലയ്ക്കുള്ള വൈക്കോലും പുല്ലും മാത്രം ശേഖരിച്ച് വെക്കരുത്. വൈക്കോലും പുല്ലും കുമ്പാരം പോലെ ഉണ്ടല്ല, വൈക്കോൽ കുമ്പാരം നമുക്ക് കണ്ടല്ലേ, കൂമ്പാരം കൂടി വൈക്കോൽ ഉണ്ടാക്കി വെക്കും. ഒരു ചെറിയ തീപിരി മതി, നിമിഷങ്ങൾക്കുള്ളിൽ തീ വലിയ കൂമ്പാരം കത്തിക്ക് തീരും അല്ലേ. നല്ല ചെറിയ മെറ്റൽ കോനയുണ്ട്, ഇവിടെ തീയിട്ടല്ല കത്തി പോകത്തില്ല. നമ്മൾ പ്രവർത്തിക്കുന്ന ഈ പ്രവൃത്തിയുടെ ഫലം എന്തായാലും ശാന്തമായി ചിന്തിച്ച് എന്തെങ്കിലുമൊക്കെ അവിടെ ചിലപ്പോൾ കിട്ടുന്ന രീതിയിൽ ഉത്സാഹിക്കണം. പ്രതിഫലം കൊടുക്കുമ്പോഴേ അവിടെ എന്തെങ്കിലും കിട്ടുന്ന രീതിയിൽ, ഇവിടുത്തെ ആൾക്കാരെ പേരും പ്രശസ്തിയല്ല, അവിടെ എന്തെങ്കിലും കിട്ടുന്ന രീതിയിൽ പ്രവർത്തിച്ചോണം, അവിടെ എന്തെങ്കിലും കിട്ടുന്ന രീതിയിൽ പ്രാർത്ഥിച്ചോണം. അവിടെ എന്തെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ കാര്യം കഴിഞ്ഞില്ലേ. അതുകൊണ്ട് അവിടെ എന്തെങ്കിലും കിട്ടുന്ന രീതിയിൽ അവിടെ നിന്റെ പ്രവൃത്തി നിലനിൽക്കുന്ന രീതിയിൽ ചെയ്തു പോകാൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം എൻ്റെ മക്കളുണ്ടെന്ന് കർത്താവ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പ്രതിഫലം തരുന്ന ദിവസമുണ്ട്. അവിടെ എന്തെങ്കിലും നല്ല നിലയ്ക്ക് വരെയൊക്കെ പ്രാപിക്കാനായിട്ട് നമുക്ക് ഉത്സാഹമുള്ളവരായിരിക്കണം. 16-ാം വാക്യം, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. വളരെ ഗൗരവത്തോടെ വളരെ ഭയത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ശ്രദ്ധിക്കേണ്ട വചനമാണിത്. നിങ്ങൾ ആരാണ്? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ മന്ദിരങ്ങൾ എന്ന് പറഞ്ഞ് പലയിടങ്ങളിൽ പലതും പണിത് വെച്ചിട്ടുണ്ട്. നമ്മൾ ദൈവത്തിനും പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധ വസിക്കുന്ന മന്ദിരങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഈ മന്ദിരത്തെ സൂക്ഷിക്കുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ മന്ദിരം നശിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവോ നിങ്ങളിൽ വസിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. നമ്മൾ വിശുദ്ധരാന്നുള്ള കാര്യം ബോധ്യമാണ്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നാണ് നമ്മൾ ലേഖനങ്ങളിൽ വായിക്കുന്നു. അപ്പോസ്തലരുടെ വാക്യം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ ദൗത്യം ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അപ്രകാരമുള്ള ജീവിത നയിപ്പം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ മന്ദിരം നശിപ്പിക്കുന്നവരായിട്ടല്ല, ഇത് വിശുദ്ധിയിൽ സൂക്ഷിപ്പാനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് യാചിക്കാം. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്ന കൂട്ടത്തിൽ ചിലർ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവം വസിക്കുന്ന നിലകളിൽ ഇതിനെ സൂക്ഷിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവം ഒരിക്കലും അശുദ്ധിയിൽ ഇഷ്ടപ്പെടുന്ന ദൈവമല്ല, അശുദ്ധിയിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല. ദൈവത്തിന് ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണം തന്നെയാണെന്നാണ്. ഏതെങ്കിലും തെറ്റുകൾ സംഭവിച്ചുകൊണ്ടെങ്കിൽ കർത്താവിന് ക്ഷമിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. വാക്കിൽ, നോട്ടത്തിൽ, ചിന്തയിൽ, പ്രവൃത്തികളൊക്കെ ഈ മന്ദിരത്തിനെ കേടുവരുത്തുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ദൈവത്തോട് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ തീരുമാനത്തോടെ, ഒരു പുതിയ സമർപ്പണത്തോടെ ഈ മന്ദിരത്തെ ഇന്നും വിശുദ്ധമായി സൂക്ഷിക്കുവാനുള്ള ഉത്സാഹത്തോടമായിരിക്കാനായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ പാഠം പഠിക്കുമ്പോൾ അങ്ങനെയും കൂടെ നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇത് ദൈവത്തിൻ്റെ മന്ദിരമാകിയാൽ, ദൈവത്തിൻ്റെ ആത്മാവിടെ വസിക്കുന്നതാകിയ മന്ദിരമാകിയാൽ, വിശുദ്ധമായി സൂക്ഷിക്കേണ്ടതാകിയാൽ, അപ്പോഴാണ് സൂക്ഷിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ കഴിഞ്ഞകാല ക്രൈസ്തവ ജീവിതാനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുവാനായിട്ട് നമുക്ക് ഈ സമയം വിനിയോഗിക്കാം. തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആരോട് ഏറ്റു പറയുന്നില്ല, ദൈവത്തോട് മാത്രം ഏറ്റു പറയുക. നീ ഇരിക്കുന്ന സ്ഥാനത്ത് ഇരുന്നുകൊണ്ട്, നിൽക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് കഴിഞ്ഞ കാലം ജീവിതത്തിൽ തെറ്റുകൾ ക്ഷമിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വരുന്ന ആളുകളിൽ അത്തരത്തിലുള്ള മലിനങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനായിട്ട് സൂക്ഷിക്കാം. നമുക്ക് അതിനും കൂടെ ഉള്ള സമയമായിട്ട് നമുക്ക് ഈ പറഞ്ഞ സമയം ഉപയോഗിക്കാനെ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്.
താൻ ഈ ലോകത്തിൽ ജ്ഞാനിയെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായി തീരട്ടെ. ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമത്രേ. ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു എന്നും കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥമെന്ന് അറിയുന്നുവെന്നും എഴുതിയിരിക്കുന്നുവല്ലോ. ആരും തന്നെ വഞ്ചിക്കരുത്. മറ്റാരെയും വഞ്ചിക്കരുത്, അവനെയും വഞ്ചിക്കരുത്. നമ്മൾ ആരാന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം, അല്ലേ? എന്നിട്ട് നമ്മുടെ നിലവാരം മനസ്സിലാക്കി നാം ദിവസത്തിലായിരിക്കും കർത്താവ് സഹായിക്കട്ടെ. താൻ ഈ ലോകത്തിൽ ജ്ഞാനി നിങ്ങളിൽ ആർക്കും തോന്നിയാൽ ജ്ഞാനിയാകണതിന് ഭോഷനാത്തിരണം. ചിലർക്ക് അഹങ്കാരമുണ്ട്, എനിക്ക് സംതിങ് ഒക്കെ അറിയാം എന്നുള്ള ചിന്ത വരാറുണ്ട്. പക്ഷെ ഓർക്കേണ്ട കാര്യം, നാം കർത്താവിൻ്റെ സന്നിധിയിൽ ജ്ഞാനികളാകാൻ വേണ്ടി ഭോഷന്മാരായിത്തീരുക എന്നുള്ളതാണ്. ഭോഷനായിത്തീരുക. ഈ ലോകത്തിലെ ജ്ഞാനം ദിവസങ്ങളിൽ ഭോഷത്വമാണ്. ഇവിടെ എന്തെല്ലാമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലെ ഭോഷത്വം എന്ന് പറയുന്നത്. ഇത് ശ്രേഷ്ഠതകൾ അക്കമിട്ട് പറയാവുന്ന ഔന്നത്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും തമ്പുരാനൊന്നും വലിയ വില കൽപ്പിക്കുന്നില്ലെന്നുള്ളതാണ്. ഇതൊക്കെ ഇവിടെ വെറും മാണിക്യം അപ്പുറം കിടക്കുക. അതുകൊണ്ട് ഈ മണ്ണെ പ്രതി നിങ്ങൾ എന്ത് ചെയ്യും? മാണിക്യത്തെ ഉപേക്ഷിക്കരുത്. പലപ്പോഴും നമ്മൾ കർത്താവ് വില കൽപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വില കൽപ്പിക്കാതെ മനുഷ്യന് വില കൽപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് പലപ്പോഴും ഓടുക. കൈ കിട്ടിയതായ മാണിക്യത്തെ എറിഞ്ഞു കളയുന്നു, കല്ലിനെ കൊണ്ട് നടക്കുക. അവിടെ ഓടി നടക്കുക. കല്ല് കിട്ടിയതുകൊണ്ട് അവന് എറിഞ്ഞു കളഞ്ഞത് എന്താണ്? മാണിക്യമാണ്. ഒരുവിട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാനും വളരെ സൂക്ഷിക്കണം. ലോകത്തിലെ ശ്രേഷ്ഠത ഉള്ള കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് ദൈവം വിലമതിക്കുന്ന, ദൈവം മൂല്യം കൽപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാനായിട്ട്, സമയം കണ്ടെത്താനായിട്ട് അതിനോട് ഉത്സാഹിപ്പാൻ കർത്താവ് നിങ്ങൾ സഹായിക്കുമാറാകട്ടെ. അടുത്തത്, ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്. നമ്മുടെ പ്രശംസ മുഴുവനും, അല്ലേ? ചില സമയത്തൊക്കെ ചിലരൊക്കെ സഭായത്തിന് വരുമ്പോഴേ, പിന്നെ കൺവെൻഷൻ വന്നിരിക്കുമ്പോഴൊക്കെ ആ അച്ചായനയുടെ പൊക്കി അങ്ങനെ അച്ചായനയുടെ കളത്തി കൊണ്ടുപോവുക. കാരണം അച്ചായൻ കൺവെൻഷൻ ചിലപ്പോൾ ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അച്ചായൻ്റെ കുടുംബവും മക്കളൊക്കെ അമേരിക്കയിലായിരിക്കും. അപ്പോൾ അച്ചായൻ ഒരു നല്ല സംഭവം ഒരു കൊടുക്കുമെന്ന വിശ്വാസവും നീ കൊടുത്തതിൻ്റെ പേരിലൊക്കെയാണ് അച്ഛനായിട്ട് കളത്തുന്നത്, അല്ലേ? നമ്മുടെ അച്ചായനില്ലായിരുന്നെങ്കിൽ നമ്മുടെ സഭ ഇങ്ങനെ ഉണ്ടാകില്ലായിരുന്നു. ഈ കൺവെൻഷൻ്റെ മുഖ്യസ്ഥാനത്ത് അച്ചായൻ വന്നതിന്, അല്ലേ? എൻ്റെ പ്രിയ ചിലരൊക്കെ കർത്തനാമത്തിൽ പ്രതി ചെയ്യുന്ന ആളുകളുണ്ട്. എന്നെ അവരെ ആ നിലകളിൽ നിന്ന് പ്രോത്സാഹനം തെറ്റൊന്നുമല്ല. പക്ഷേ കേൾക്കുമ്പോൾ അച്ചായൻ എന്ത് ചെയ്യരുത്? ഞെളിയരുത്. അച്ചായനെ കൊടുക്കാൻ വല്ലതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ തമ്പുരാനാണ് കൃപ എന്ന് മനസ്സിലാക്കണം. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ദൈവരാജ്യ വ്യാപ്തിക്കടുത്തെല്ലാം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുവാൻ തന്നെ പ്രാപ്തനാക്കിയത് ദൈവമാണെന്നുള്ള ബോധ്യം നിനക്ക് എപ്പോഴും വേണം. അതുപോലെ ഈ അച്ചായൻ അല്ലെങ്കിൽ വേറെ അച്ചായനോട് തമ്പുരാൻ ചെയ്യുന്ന കാര്യം തമ്പുരാൻ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് പ്രശംസിക്കുന്നതൊക്കെ മനുഷ്യനുള്ള പ്രശംസയാകത്തിരുത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ പ്രശംസിപ്പാൻ കർത്താവ് നമുക്ക് കഴിയട്ടെ. എൻ്റെ ദൈവം എന്നെ സഹായിച്ചു, എൻ്റെ ദൈവം എന്നെ വിടുവിച്ചു, എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു എന്ന് പറയുവാൻ ഉള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ. ദൈവത്താൽ ലഭ്യമായെന്ന് പറയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടുവെന്നും ദൈവത്താൽ ഈ പദവിയിലേക്ക് വന്നുവെന്നും ദൈവമാണ് തന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകട്ടെ. കർത്താവ് തന്ന ബോധ്യം ഉണ്ടെങ്കിൽ ദൈവനാമത്തിന് വേണ്ടി അത് ഉപയോഗിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. ചിലരെങ്ങനെയല്ലേ, ജോലി വിട്ടാലും ഗൾഫിലൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ വിദേശത്തൊക്കെ ഉള്ളവർക്ക് അറിയാം. ചില സമയത്തൊക്കെ അവർ പോയിട്ട് ഭാഷമാരോടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഒരുപാട് പേര് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. ഇൻ്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ടെസ്റ്റുകളുണ്ട്, അത് പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ വിഷയം പറയാറുണ്ട്. അതിൽ ചിലർ ഒരു പടിയുടെ കടന്ന് പറയും, അച്ഛാ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന ശമ്പളം അച്ഛാൻ്റെ മിനിസ്ട്രിക്കാണ്.
അതാ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു 2-3 മാസം കഴിഞ്ഞ് അച്ഛനെ അവിടെ കൊണ്ടുപോലും അച്ഛാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് പുള്ളികളുണ്ട്, ഒരുപാട് സൗഹൃദന്മാരുണ്ട്. പക്ഷേ ആ പോയപ്പോൾ അവരെ പുറംവശം കണ്ടുപോയതല്ലാണ്ട് പിന്നെ അവരെ നമ്മൾ കണ്ടിട്ടില്ല. അവർ നാട്ടിൽ വരുമ്പോൾ പോലും അവർ നമ്മളടുത്ത് വരാറില്ല. ഒരു നിർബന്ധമില്ല അവർ വരണമെന്നുള്ളത്. ഞാൻ പറഞ്ഞത്, കർത്താവ് നമ്മൾ സ്ഥാനത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ദൈവത്തോട് നന്ദി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്രാർത്ഥന വിഷയം വിളിച്ച് പറഞ്ഞവരോടൊക്കെ ആ മറുപടി കിട്ടിയാലെങ്കിലും, മറുപടി കിട്ടിയതെങ്കിലും വിളിച്ച ഒരാളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകണം. എൻ്റെ നന്മ അനുഭവിക്കുമ്പോഴേ കൊണ്ടു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കൊണ്ടു കൊടുത്താൽ നല്ലത്. ഇതിലൊരു സന്തോഷം നമുക്ക് കൊടുക്കുന്നത് നല്ല കാര്യമാണ്. ഞങ്ങളൊന്നും ഇല്ലെങ്കിലും അതുങ്ങൾ ചിലപ്പോൾ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നീ ഒരു സങ്കടം പറഞ്ഞ ആ വിഷയം കേട്ടിട്ടുണ്ട്, അവരിന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നീ എന്ത് ചെയ്യുന്നില്ല? നീ എൻ്റെ ഇവിടുത്തെല്ലാം പ്രാപിച്ച് നന്മ അനുഭവിച്ചുകൊണ്ട് നീ മാറി, നീ ആ കാര്യം പറയുന്നേ ഇല്ല. അപ്പം അങ്ങനെയുള്ളതായ ഒരു നന്ദിയോട് നമ്മൾ ഒരിക്കലും കാണിക്കരുത്. നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ കൃപയാൽ ലഭിച്ചു എന്നോ ബോധ്യമുള്ളപ്പോൾ തന്നെ, അതേ ബോധ്യം ദൈവം നമ്മളാണ് ബോധ്യമുള്ളപ്പോൾ തന്നെ ആ ബോധ്യത്തോടെ തന്നെ നന്മ കിട്ടുമ്പോഴും കർത്താവ് നാമത്തിന് വേണ്ടി ചിലത് മാറ്റി വയ്ക്കാനുള്ളൊരു ഒരുക്കം നമുക്കുണ്ടാകണം. അല്ലേ? ഈ ജോലി കിട്ടിയ ആദ്യ ശമ്പളം കർത്താവിൻ്റെ വേലയ്ക്ക് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എല്ലാ മാസം കൃത്യമായി ദശാംശം കൊടുക്കുന്ന ആളുകളുണ്ട്. നമ്മളൊക്കെ തട്ടിപ്പെട്ടിട്ടുണ്ട്. എത്ര വലിയ തട്ടിപ്പുകളല്ലേ. ED ഒക്കെ ചെയ്യുന്നത് നമ്മളെ പിടിക്കണം ദൈവത്തിന്. പക്ഷെ ഓർക്കുക, ഇവിടുത്തെ ED നമ്മളെ പിടിച്ചില്ലെങ്കിലും തമ്പുരാൻ്റെ ED നമ്മളെ വെറുതെ വിടുകയില്ല. തട്ടിപ്പ് കാണിക്കരുത്, വെട്ടിപ്പ് കാണിക്കരുത്. നിന്റെ പറഞ്ഞ വാക്കുകൾക്കൊരു വില ഉണ്ടാവണം. ദശാംശം കൊടുക്കേണ്ടതിന് ഉത്തരവാദിത്വമാണ്. അത് ഓഹരിയാ, പുതിയ വിശ്വാസം ഓഹരിയാ. നിങ്ങൾ പഠിക്കേണ്ട എല്ലാ സഭയിലും ദശാംശം പ്രസംഗിക്കാറൊന്നുമില്ല. എൻ്റെ ദൈവമക്കള് ലഭിക്കുന്നതിൻ്റെ രോഗിയെ തരുന്നവരാണെങ്കിൽ തരാത്തവരുണ്ടെങ്കിൽ തന്നെ ഞാനത് ചോദിക്കാറുമില്ല. എനിക്ക് കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വമാണത്. അതിനും പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓരി കൊടുക്കണം. നിങ്ങളുടെ ലോക്കൽ സഭാ ശുശ്രൂഷകൻ്റെ ദശാംശത്തിൻ്റെ അർഹന അദ്ദേഹമാണ്. നിങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ ഓടി വരുന്ന, അല്ലേ, നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന, നിങ്ങളുടെ വീട്ടിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഒരു ആവശ്യം കൂടി നിങ്ങൾ ലോക്കൽ ശുശ്രൂഷയാണ്. അതുകൊണ്ട് ദശാംശം അദ്ദേഹത്തിന് കൊടുത്തോണം. അടുത്ത് വേറെ ആർക്കും കൊടുക്കാൻ പോയേക്കരുത്. നിങ്ങൾക്ക് വേറെ ഭാഷയോട് സ്നേഹമുണ്ട്, വേറെ മനുഷ്യരോട് സ്നേഹമുണ്ട്, നല്ല കാര്യമാണ്. അവിടെ സഹായിക്കണം എന്നറിയാവുന്നത്. അത് വേറെ ഇതിൽ നിന്ന് എടുത്ത് കൊടുക്കാതെ ഇത് അവിടെ കൊടുക്കുന്നവർക്ക് കൊടുത്തിട്ട് അല്ലാതെ വല്ലതും കൊടുത്തോണം. ഇപ്പം എനിക്ക് തരികയാണെങ്കിൽ പോലും നിങ്ങളുടെ ഭാഷ കൊടുക്കുന്ന ദശാംശം എടുത്ത് കൊണ്ട് എനിക്ക് തന്നേക്കരുത്. ആരും തന്നേക്കരുത്. അത് നിങ്ങളുടെ ഭാഷകളുള്ളതാണ്, നിങ്ങളുടെ ശുശ്രൂഷകനുള്ളതാണ്. അദ്ദേഹം നിങ്ങോട്ട് ഉപവസിക്കുന്നത്, അദ്ദേഹമാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലൊരു മരണമുണ്ടായാൽ, ഭാഗമുണ്ടായാലും, മറ്റു ഏതൊരു കാര്യമുണ്ടായാലും, ആപത്തുണ്ടായാലും, രോഗമുണ്ടായാലും ഒക്കെ ഓടി വരുന്നതും രാവുകൾ നിങ്ങളിവിടെ നിൽക്കുന്നതും ആ ദൈവദാസൻ. അതുകൊണ്ട് അതൊക്കെ അദ്ദേഹത്തിനുള്ളതാണ്. അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാൽ തരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഉപദേശിമാരല്ലേ, കാശ് കിട്ടിയും വേണ്ടെന്ന് പറയുമോ? പ്രത്യേകിച്ച് എന്നെ പോലുള്ളവർ ഒട്ടും പറയില്ല. പക്ഷേ നിങ്ങളുടെ പാസ്റ്റ് കൊടുക്കേണ്ട കാര്യം കൊടുക്കാതെ അതെടുത്ത് നിങ്ങളാരും കൊണ്ട് തരരുത്. ഇത് നമ്മൾ ദശാംശ പ്രശ്നം ആയിരുന്നല്ലോ. പക്ഷെ ചിലരുടെ സമർപ്പണം തീരുമാനമൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആവശ്യമുണ്ട്. സകലവും നിങ്ങൾക്കുള്ളതല്ലോ. പൗലോസോ അപ്പൊല്ലോസോ കേഫാവോ, ലോകമോ ജീവനോ മരണമോ, ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. ഇവിടെ എല്ലതും നിങ്ങൾക്കുള്ളത് എന്ന് പൗലോസ് പറയുക. എന്നിട്ട് ഇവിടെ എന്തൊക്കെ പറയുന്നുണ്ട്? പൗലോസോ അപ്പൊല്ലോസോ കേഫാവോ, ലോകമോ ജീവനോ മരണമോ, ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. ഇതൊക്കെ നമുക്കുള്ളത് തന്നെയാണ്. ഇതൊന്നും നമുക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അടുത്ത പദം എന്താ അറിയാവോ? നിങ്ങളോ, നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ. നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ അവനിക്ക് ദൈവം തന്നെന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം, നീ ആർക്കുള്ളതാ? നീ ക്രിസ്തുവിനുള്ളവനാ. അതുകൊണ്ട് നീ ക്രിസ്തുവിനുള്ളവനായതുകൊണ്ട് അവൻ്റെ സാക്ഷ്യം വഹിക്കുന്നതിൽ, അവൻ്റെ രാജ്യവ്യാപ്തിക്കായി, അവൻ്റെ നാമമുഖത്തിനായി, അവൻ്റെ സഭയുടെ വളർച്ചയ്ക്കായി, പുരോഗതിക്കായി, ഉന്നമനത്തിനായൊക്കെ നിനക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്.
ഇതിലാ നിനക്കുള്ളതാ. രാജാമ്മ പറയും, ആ 10 ഏക്കർ എൻ്റേതാ, 25 ഏക്കർ എൻ്റേതാ, അല്ലേ, ആ വീട് എൻ്റേതാ, ആ വീട് എൻ്റേതാ, ആ കാർ എൻ്റേതാ, ആ കാറും എൻ്റേതാ. ഇങ്ങനെയൊക്കെ ഇതൊക്കെ നല്ല കാര്യം, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് എത്ര നന്മ കിട്ടി, അതൊക്കെ നല്ല കാര്യമാണ്. ദൈവത്തെ സേവിച്ച് ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷെ ഓർക്കേണ്ട കാര്യം, ഈ നന്മകളുടെ പുറകെ പോയി കർത്താവിനെ മറക്കരുതെന്നുള്ളതാണ്. ദാതാവിനെ മറന്നുകൊണ്ട് ദാനത്തിന് പുറകെ ഓടരുതെന്നുള്ളതാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ദാനം കിട്ടിയതൊക്കെ അനുഭവിച്ചോണം, നല്ല കാര്യമാണ്. തന്നവനെ മറക്കരുത്. നല്ല വീട് കിട്ടിയാൽ നല്ല കാര്യം, നല്ല വീട്ടിൽ കിടന്നോണ്ട് നല്ല കാര്യമാണ്. നല്ല കാറ് കിട്ടിയാൽ നല്ല കാര്യമാണ്, അത് പാപമൊന്നുമല്ല. നല്ല സൗകര്യങ്ങൾ ലഭിച്ചാൽ, നല്ല വിദ്യാഭ്യാസം ലഭിച്ചാൽ, നല്ല കുടുംബങ്ങളിൽ നിന്ന് വിവാഹബന്ധം ലഭിച്ചാൽ ഒക്കെ നല്ല കാര്യമാണ്, അതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടേക്കെല്ലാം നമുക്ക് കൊണ്ടുവന്നതായ ഇതിൽ നമുക്ക് ഒരുക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തോടുള്ള സ്നേഹവും ബഹുമാനവും ഒന്നും ഇത് കൈ കെട്ടി വിട്ടുപോരുത്. പലപ്പോഴും നമുക്കറിയാം, പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് കർത്താവിനെ വില ചെയ്ത ദേവദാസന്മാരും കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി കഷ്ടപ്പാടിൽ കർത്താവിന് വേണ്ടി വില കാര്യം ചെയ്ത ദൈവമക്കളൊക്കെ പിൽക്കാലങ്ങളിൽ അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പലരും അവരെ കൊണ്ടുവന്ന ദൈവത്തെ, അനുഗ്രഹിച്ച ദൈവത്തെ മറന്നുപോയതായ കാര്യം കണ്ടിട്ടുണ്ട്. ആ ദൈവത്തെ മറന്ന് പ്രവർത്തിക്കുകയും ദൈവത്തെ മറന്ന് സംസാരിക്കുകയും ചെയ്ത കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ അവരാരായിരുന്നു, ആരാണ് അവരെപ്പോഴും കൊണ്ടുവന്നത്, ഈ നിലയ്ക്ക് കൊണ്ടുവന്നത് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. അവിടെയാണ് നമുക്കൊരു മാറ്റം വരേണ്ടത്. അത് പറയുമ്പോൾ നിങ്ങളാരുണ്ടത് പണങ്ങരുത്. നമുക്കൊരു വലിയ മാറ്റങ്ങൾ ആവശ്യമാണ്. ദാനത്തിന് പുറകെ മാത്രം ഓടാതെ ദാതാവിനെ ഓർക്കണം, കർത്താവ് അതിൽ തന്നത് ഓർക്കണം. ഇതെല്ലാം എനിക്കുള്ളതെന്ന് പറയുമ്പോൾ ഓർക്കണം, ഞാൻ ക്രിസ്തുവിനുള്ളവനാണ്. ഞാൻ ക്രിസ്തുവിനുള്ളവനാണെങ്കിൽ അവൻ്റെ ഹിതപ്രകാരമായിരിക്കണം, അവൻ്റെ പ്രമാണങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിക്കുന്നവനായിരിക്കണം, അവൻ്റെ ഹിതപ്രകാരം ഓടുന്നവനായിരിക്കണം, അവനെ പ്രസാദിപ്പിക്കുന്നവനായിരിക്കണം, അവനെ അനുസരിക്കുന്നവനായി തീരണം. എനിക്കുള്ളതെല്ലാം അവൻ്റേതായിരിക്കണം, അല്ലേ? കർത്താവ് എന്തെങ്കിലും നന്മ, നല്ല നന്മകളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കുക, ഞാൻ അതൊന്നും തെറ്റ് പറയുന്നത്. പക്ഷെ ആ നന്മയ്ക്ക് തന്ന കർത്താവിനെ മറക്കരുത്. ഗൾഫിൽ കൊണ്ടുപോയി, UK കൊണ്ടുപോയി, അമേരിക്കയിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ വേറെ രാജ്യത്ത് കൊണ്ടുപോയി നന്മകളൊക്കെ കിട്ടി ഉയർച്ച പ്രാപിച്ചു, എല്ലാ നിലയ്ക്ക് ഓക്കെ ആയി കഴിയുമ്പോൾ തമ്പുരാനെ മറന്നു പോകരുത്. പണ്ട് കാലത്തെ പ്രാർത്ഥന എപ്പോഴുണ്ടെന്ന് ചിന്തിക്കണം, പണ്ട് കാലത്തെ സമർപ്പണം എപ്പോഴുണ്ടോ ചിന്തിക്കണം, പണ്ട് കാലത്തെ തീരുമാനങ്ങളിൽ ഇപ്പോഴുണ്ടോ, അതിൽ നിൽക്കുന്നുണ്ടോ, നിലനിൽക്കുന്നുണ്ടോ ചിന്തിക്കണം. ആരാധനയ്ക്കും കൂട്ടായ്മയുള്ള താല്പര്യം ഇപ്പോഴുണ്ടോ ചിന്തിക്കണം. സുവിശേഷം പറയുവാൻ സാക്ഷ്യമായി പല താല്പര്യം ഇപ്പോഴുണ്ടോ ചിന്തിക്കണം. അവിടെയൊക്കെ വീഴ്ച വന്നതെല്ലാം കണ്ടുപിടിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രമീകരണം പ്രാപിച്ച് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. ഇതെല്ലാം നിങ്ങൾക്കുള്ളത്, നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ. എന്താ പറയാ, ക്രിസ്തു ദൈവത്തിനുള്ളവർ. അപ്പൊ ക്രിസ്തുവിനെ മാതൃക കാണിക്കണം, അല്ലേ? പിതാവ് തന്നെ ഭൂമിയിലേക്ക് അയച്ചു. എന്തിനു വേണ്ടിയാണോ അയച്ചത് അത് ചെയ്യുവാൻ വേണ്ടി എന്ത് വില കൊടുക്കുവാനും കർത്താവ് ഒരുക്കുമായിരുന്നു. എന്നെ അയച്ചവന്റെ പ്രവൃത്തി നയിക്കുക എന്നുള്ള ലക്ഷ്യം എന്ന് കർത്താവ് പറയുന്നുണ്ട്. നരകുലത്തിന് വെടിവെപ്പിന് വേണ്ടി കാൽവരി യാഗമായി തീരുവാൻ യേശു ഇവിടെ വന്നു. ക്രിസ്തു യേശു പാവിളെ രക്ഷിപ്പാൻ വന്നു നമ്മൾ വന്നിട്ട് വായിക്കുന്നത്. കർത്താവിടെ വന്ന് നാം പാവം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കണതിന് യേശു നമ്മുടെ പാവങ്ങളെ വെച്ച് ക്രൂശിന്മേൽ കയറി. ആ ക്രൂശിൽ കിടക്കുന്ന സമയത്ത് ചില പുള്ളികളൊന്നും പറഞ്ഞിട്ടുണ്ട്, ലാവ് നീ ദൈവപുത്രനാണോ, ഇവിടെ ഇറങ്ങി വാ, നിങ്ങളെ രക്ഷിപ്പാൻ വന്ന ആളല്ലേ, ഞങ്ങളെ രക്ഷിപ്പാൻ വന്ന ആളാണെങ്കിൽ നീ എന്ത് ചെയ്യണം, നീ ആദ്യം നിന്നെ തന്നെ രക്ഷിക്കേ, എന്നിട്ട് ഞങ്ങളെ രക്ഷിക്കേ, ഞങ്ങൾ വിശ്വസിക്കാം. നരകുലത്തിന്റെ വെടിവെപ്പിന് വേണ്ടി ഈ പങ്കപ്പാടെല്ലാം സഹിച്ച് ക്രൂശിൽ കിടക്കുന്നതിനെ വിളിച്ചിട്ട് വെല്ലുവിളിക്കുക. അത് പിശാച് ചെയ്യുന്ന പണിയാ. കർത്താവ് ആ സമയത്ത് ക്രൂശിൽ നിന്ന് ഇറങ്ങിപ്പോന്നിരുന്നെങ്കിൽ നരകുലത്തിന്റെ വെടിവെപ്പ് നടക്കുകയില്ല. അപ്പൊ ദൈവപദ്ധതിയെ തകടം മറിക്കാനായിട്ട് പിശാച് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പലപ്പോഴും
നീ ഒരു ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങുമ്പോൾ പിശാച് ഒരിട ടിവിയുടെ പരസ്യം പോലെ ഒരു വാലും 2 കൊമ്പായിട്ട് ഇതുവരെ എങ്ങും വന്നിട്ടില്ല. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു രൂപത്തിലാണ് വരിക, രൂപത്തിൽ അറിവുള്ളിക്കരി വരിക. വേണ്ടപ്പെട്ടവരെല്ലാം പിശാചെന്ന് പറഞ്ഞ നാളെ ഇടിയുണ്ടാക്കിയത്. നമ്മൾ ഒരു മിനിസ്റ്റർ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അനുഭവം എന്തെങ്കിലും വേണം. അപ്പോൾ ഞാനിവിടെ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ പലപ്പോഴൊക്കെ ഞാൻ നേരിട്ടൊരു വിഷയം പറയാം. ഞാൻ ഒഴിവ് സമയം കണ്ടെത്തിക്കൊണ്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ആ റെക്കോർഡ് ചെയ്യുന്ന സമയം വരുന്നതിക്ക് ഒന്നുകിൽ ഗസ്റ്റ് വരും. ഗസ്റ്റുകൾ നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ റെക്കോർഡിങ് മുടങ്ങാൻ ആ ഒരു ഗസ്റ്റ് മതി, അല്ലേ? വിസിറ്റേഴ്സ് ഉണ്ടാവും, ആ വിസിറ്റേഴ്സ് മതി എൻ്റെ റെക്കോർഡിങ് മുടങ്ങാനായിട്ട്. അതുപോലെ വീട്ടിൽ ഞങ്ങൾ കുടുംബത്തിലുള്ളവർ മതി എന്തെങ്കിലും തിക്കും തിരക്കും ബഹളവും. ഇപ്പം ഞാനിവിടെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാര്യ പോയിട്ട് അടുക്കള പോയിട്ട് 2 പാത്രം എടുത്തിട്ട് കഴിഞ്ഞാൽ ആ റെക്കോർഡിങ്ങിൻ്റെ ആ ഒഴുക്ക് പോയി. ഞങ്ങളിപ്പോൾ തൊട്ടടുത്ത് വന്നിട്ട് 2 വിറകൊത്താനോ 2 തുണി കലക്കാവുന്ന ആ സമയം മതി എൻ്റെ റെക്കോർഡിങ്ങിൻ്റെ ആ ഫ്ലോ അങ്ങ് പോകാനായിട്ട്. ഞങ്ങളുടെ വീട്ടിൽ 2 പട്ടിക്കുഞ്ഞുങ്ങളുണ്ട്, അവന്മാരെ ഒന്നും പറ്റി 2 ഗാനങ്ങൾ അടിച്ചാൽ മതി നമ്മുടെ ഈ ആ ഫ്ലോ അങ്ങ് പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു ശുശ്രൂഷയിലൂടെ ഒരു വിടുതൽ നടക്കുമെന്ന് പറയുമ്പോഴേ അതിനെ മുടക്കുവാനായിട്ട് ഏതെങ്കിലും നിലകളിലൊക്കെ പിശാച് പ്രവർത്തിച്ചു വരും. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെട്ടു പോകാതെ നമ്മളെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കണമെന്ന് തന്നെ പറയാം. ദൈവത്തിനുള്ളവരാ. ദൈവം നമ്മൾ വിളിച്ചു വേർതിരിച്ചു. പിതാവ് ഏൽപ്പിച്ച ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കണതിന് വില കൊടുക്കുവാൻ മടിയില്ലാതെ വില കൊടുത്ത് അവൻ ആ ദൗത്യം പൂർത്തീകരിച്ചെങ്കിൽ ആ കർത്താവാണ് നമ്മുടെ മാതൃപുരുഷൻ. നമ്മെ തലമുറയിലാക്കി വെച്ച സ്ഥാനത്ത് നമ്മുടെ മക്കൾ പരിമേൽപ്പിക്കേണ്ട ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കണതിന് നാം എന്ത് വില കൊടുക്കേണ്ടി വന്നാലും, ത്യാഗം സഹിക്കേണ്ടി വന്നാലും, കഷ്ടം സഹിക്കേണ്ടി വന്നാലും, നിന്ദിക്കപ്പെട്ടാലും, പരിഹസിക്കപ്പെട്ടാലും, ഉപദ്രവിക്കപ്പെട്ടാലും, അവഗണിക്കപ്പെട്ടാലും ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറിപ്പോകരുത്. ദൈവനാമത്തിന് വേണ്ടി, ദൈവരാജ്യ വ്യാപ്തിക്കായി എന്ത് വില കൊടുത്തും നിലകൊള്ളുന്നതായ ഒരു ഒരുക്കവും സമർപ്പണവും തീരുമാനവും നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അപ്രകാരം സമർപ്പണത്തോടെ തങ്ങളുടെ സാക്ഷ്യം മികച്ച് ദൈവനാമത്തിന് വേണ്ടി ദൈവരാജ്യ വ്യാപ്തിക്ക് നിലകൊള്ളുവാനായി കർത്താവ് സഹായിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവ് തന്ന സെക്ഷനായ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വിധങ്ങളിൽ സംസാരിപ്പാനിടയായി തീർന്നല്ലോ. തുടർന്നും പരിശുദ്ധാത്മാവ് സംസാരിക്കുകയും വാദിക്കുകയും ചെയ്യുമാറാകണമേ. ഈ സമൂഹത്തിൽ നീ അനുഗ്രഹിക്കുമാറാകണമേ. ഒരു വ്യക്തിപരമായ വിഷയങ്ങൾ, അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, ശുശ്രൂഷാമുള്ള ആവശ്യങ്ങളെല്ലാം സ്വർഗം അറിയുന്നല്ലോ. ഞാൻ നിങ്ങളെ പ്രവർത്തിക്കുമാറാകണമേ. അവർക്ക് ലഭിച്ച നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആ നന്മകൾ അവർ അനുഭവിക്കുമ്പോഴും കർത്താവെ അതിൽ പ്രശംസിച്ച് മാറി നിൽക്കാതെ, ദാതാവിനെ മറന്നു ജീവിക്കാതെ ദാതാവിനുള്ള ബഹുമാനത്തിൽ ജീവിപ്പാൻ നീ അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായി, ഭൗമികമായി, ശാരീരികമായി, മനസ്സോടെ ഇവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാണമേ. തിരുനാമത്തെ പിന്നെയും മഹത്വപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ക്ഷമയോടെ സന്ദേശം നിർവചനം നന്ദി പറയുന്നു. ദിവസങ്ങളിൽ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിനെ പോലെ താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. ഇതുവരെയും കർത്താവിൻ്റെ വിസ്താരം ചെറുകടിയിൽ സൂക്ഷിക്കണം. പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. സന്ദേശങ്ങൾ പങ്കുവയ്ക്കണം. ഈ പാഠ്യപദ്ധതി പരിചയപ്പെടുത്തണം. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനം നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു.